എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ. ഇത്തവണ വിഷു വളരെ സ്പെഷ്യലാണ്. ഇന്ന് പ്രിയമുള്ളൊരു വിഷുവാണ്. കാരണം ഇന്ന് ഈ വിഷുവിന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുക്കലേക്ക് പോകാം. എല്ലാവർക്കും വിഷു ആശംസകൾ. ശരിക്കും നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് വിഷു എത്തി എന്നെനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾക്ക് സന്തോഷം. കാരണം പതിവിൽ നിന്ന് ഗോപികയെ കണ്ടപ്പോൾ ഭയങ്കര അല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഐശ്വര്യമായിട്ട് സെറ്റ് മുണ്ടൊക്കെ ആദ്യമായിട്ടാണോ സെറ്റ് മുണ്ട് കൊടുത്തേ? അല്ല ആദ്യമായിട്ടല്ല, പക്ഷെ വല്ലപ്പോഴേ ഒക്കേഷണലി മാത്രം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. നന്നായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കോസ്റ്റ്യൂം നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ വന്നപ്പോൾ തന്നെ, പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇത് തന്നെയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂം. അത് തന്നെ സൂപ്പർ. ഇത് സ്കൂളിന്റെ വകയാണോ? ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ, കുഞ്ഞുങ്ങൾക്ക് ഒരുങ്ങാൻ ഇഷ്ടമല്ലേ ഗോപിക? അതാർക്കാണ് ഇഷ്ടമല്ല? അതെ അതെ, അതുകൊണ്ട് നമ്മള് ഇത് വിഷുവിന് വേണ്ടി ഞങ്ങള് ഒരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമായി കളർ. പ്രിയം അക്കാദമി ഓഫ് മ്യൂസിക്, അവിടുത്തെ ടീച്ചറാണ് പ്രിയ ചേച്ചി. ഇത് അവിടുത്തെ കുട്ടികളാണ്. ഇത്രയും കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് പേരുണ്ട്. ശരിക്കും എത്ര പേരുണ്ട്? അറൗണ്ട് 100. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതുപോലെ നമ്മള് ഇവരെന്ന് വെച്ചാൽ ഒരു 10 പേര്, അറിയാലോ ചേച്ചി പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രിയം ബാൻഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അക്കാഡമി ഒരു ബാൻഡ് 1 വർഷമായിട്ട് ഞാനും കുട്ടികളും, അതിൽ 10 പേര് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളോടൊപ്പം സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരും. അപ്പം അതിലെ പാട്ടുകാരികളാണ് ഇന്ന്. ഇതല്ല, ഇനി 7 പേര് വേറെ ഉണ്ട്. പക്ഷെ നമ്മുടെ പരിമിതിയൊക്കെ കൊണ്ട് അവരെയും നമ്മൾ ഓർക്കുന്നു കേട്ടോ ഈ അവസരത്തിൽ. നമുക്ക് കുറച്ച് പേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ശരിക്കും ഇപ്പം അവരൊക്കെ പിണങ്ങും അല്ലേ? ഇല്ല, നമുക്കങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കാര്യം പ്രിയത്തിലില്ല കേട്ടോ. പിണക്കങ്ങൾ അങ്ങനെ ഇല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. പ്രിയമോടെ മുന്നോട്ട് പോകുന്നു. എനിക്ക് പേര് എപ്പോഴും വളരെ ഇഷ്ടമാണ് കേട്ടോ. ഈ പ്രിയ എന്ന പേരിനേക്കാൾ എന്താ പറയുന്നത്, പ്രിയം ചേച്ചിയുടെ ആ സ്കൂൾ ഓഫ് മ്യൂസിക് എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ്. താങ്ക് യു ഗോപിക. കാരണം ഒരുപാട് പേര് എനിക്ക് ഒരിക്കലും പ്രിയം എന്ന് ഇടണം എന്നില്ല. എൻ്റെ വീട്ടിൻ്റെ പുതിയൊരു വീട് വെച്ചു ഞാൻ, അപ്പം അതിന് പ്രിയം എന്നിട്ട്. അപ്പം അങ്ങനെ പേരിടണം എന്ന് എനിക്കില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയാലോ, നമ്മുടെ ഡോക്ടർ റിജോ എൻ്റെ ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങാനും ഒക്കെ കരുനാഗപ്പള്ളിയുടെ ഇപ്പോൾ പാട്ട് പാടി വൈറലായ നമ്മുടെ സ്വന്തം ഡോക്ടർ റിജോയാണ് ഇങ്ങനെ സ്കൂൾ തുടങ്ങണമെന്നും ചേച്ചി സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ റിജോയുടെ മോൻ്റെ പേര് ഗീതെന്നാണ്. അപ്പം അവനും ഞാൻ നല്ല അടുപ്പമാണ്. അപ്പം എനിക്ക് കുഞ്ഞിനോടുള്ളൊരു ഇഷ്ടവും ആ പേര് പാട്ടുമായിട്ട് കണക്റ്റഡ് ആണ് ഗീത്. അങ്ങനെ ഞാൻ ഗീതെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷെ ഒരു പ്രത്യേക മൊമെൻറ്റിൽ റിജോ തന്നെയാണ് പറഞ്ഞത്, ചേച്ചിയുടെ പ്രസ്ഥാനമാണെന്ന് ആളുകൾക്കറിയാൻ പ്രിയത്തിലും നല്ലൊരു പേര് വേറെ ഇല്ല. അങ്ങനെ ഒരു പെട്ടെന്നാണ് പ്രിയത്തിലേക്ക് പ്ലാൻ ചെയ്ത ഒരുപാട് പേരുകൾ മാറി മറിഞ്ഞ് ഒരു മൊമെന്റിൽ പ്രിയമായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ പേരെന്താണ്? എൻ്റെ പേര് അനന്യ സുധൻ. മോളുടെ പേര്? എൻ്റെ പേര് അനുഷ്ക രഞ്ജിത്ത്. എൻ്റെ പേര് ആർദ്ര ആശാരി. എല്ലാവരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 10th. ഞാൻ ഇനി 6 ഞാൻ 9th. നല്ല ഹെയർ സ്റ്റൈലൊക്കെ ആണല്ലോ. ടീച്ചറിൻ്റെ വക. ഇതെല്ലാം ടീച്ചറാണ് കേട്ടോ. ടീച്ചറാണ് ടീച്ചർക്ക് ഇഷ്ടം കൂടുതൽ. സത്യം എനിക്ക് ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുങ്ങുന്നതും ഇഷ്ടമാണ്. എൻ്റെ കൂടെ ആരാണോ അവർ ഒരുങ്ങിക്കാണുന്നത് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ പരീക്ഷണശാലകളാണ് ഇതൊക്കെ. അവരുടെ പേരൻസിനോട് കറക്റ്റാ. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു 5 മാല എടുത്ത് വെക്കും. കാരണം എൻ്റെ സ്പെഷ്യൽ കോസ്റ്റ്യൂം ആൻഡ് ഡിസൈനറാണ് അനന്യക്കുട്ടിക്ക്. ഭയങ്കര ഐഡിയ. അപ്പം ഞാൻ ഇപ്പോൾ അവർ ന്യൂജനല്ലേ, നമ്മളെക്കാട്ടും മുന്നേ സഞ്ചരിക്കുന്നു, പഴയ കാലം അല്ലല്ലോ. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ട് അനന്യ വരട്ടെ എന്ന് പറഞ്ഞിരിക്കും. അനന്യ വന്നിട്ടാണ് ഏത് കമ്മലിടണം, ഏത് വള ഇടണം, എങ്ങനെ ടീച്ചർ മുടി എങ്ങനെ കെട്ടണം, അതൊക്കെ ഒരു വലിയ ഭാഗ്യം. അതിൽ എനിക്ക് താങ്ക്സ് പറയേണ്ട മോളെ പേരൻസിനോടാണ്, അത്രയും ഫ്രീഡം എനിക്ക് തരുന്നത്. ഇപ്പം മോളുടെ ആണെങ്കിൽ അച്ഛൻ മിലിറ്ററിയിൽ നല്ല ഓഫീസറാണ്. അപ്പം അദ്ദേഹത്തിന് മുടി വളർത്തുന്നതാണ് ഇഷ്ടം പേഴ്സണലി. ഇവൾക്കാണെങ്കിൽ ആഗ്രഹം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പം അതിന് ഞാൻ കൂടെ നിൽക്കും. എനിക്ക് പിന്നെ അവൾക്ക് ചേരും. അങ്ങനെ എന്തായാലും മെനഞ്ഞാന്നായപ്പോൾ അച്ഛൻ മണിപ്പൂരിലാണ്, ഡയൽ ചെയ്ത് ഇങ്ങ് തരിക എൻ്റെ അടുത്ത്. അച്ഛൻ മുടിയുടെ കാര്യമാണ് പറയണ്ട. അപ്പൊ നമ്മൾ സെന്റിമെന്റ്സ് വർക്ക് ചെയ്യും. നാളെ നമ്മുടെ മകളെ കല്യാണം കഴിച്ച് വിട്ടാൽ
അവളെ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ആഗ്രഹം ഒരിക്കലെങ്കിലും സാധിച്ചു. അവിടെ അച്ഛൻ ഫ്ലാറ്റ്, ടീച്ചർ കൊണ്ട് വെട്ടിക്കും. അല്ല ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി ചിലപ്പോ ഏറ്റവും വരില്ല കേട്ടോ. ഇല്ല, അങ്ങനെ അവൾക്ക് ചേരുന്നുണ്ട്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. ചെറിയൊരു ആഗ്രഹങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുക. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതെ വളരും. പിന്നെ NCC കൊണ്ട് കുഞ്ഞ്, അപ്പൊ അവൾക്ക് കെട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ചേ ഉള്ളായിരുന്നു. ഷോർട്ട് ഹെയർ ആയിരുന്നു. അതിനെ ഒന്ന് ഇത് കണ്ടിട്ട് വേറൊരാൾ ഇപ്പൊ ലൈനിൽ നിപ്പുണ്ട്, നമ്മുടെ ഒരു ഹൃദിക കുട്ടി. നാളെ കൊണ്ട് വെട്ടിക്കണം. ഓക്കെ, അപ്പൊ വിഷു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിഷു വിശേഷങ്ങൾ, ഞങ്ങൾ വിഷു കണി നന്നായിട്ട് ഒരുക്കും. കൈനീട്ടം കൊടുക്കും. കാരണം 3-ാമത്തെ വർഷം വിഷു ആകുമ്പോഴാണ് പ്രിയമാവുന്നത്. ഒരു വിഷുക്കാലത്താണ് തുടങ്ങിയത്. വിഷു ദിനത്തിൽ ഓർമ്മയുണ്ടല്ലോ മോളെ. ഗോപിക വന്നില്ല അവിടെ, എന്തോ ഒരു പ്രശ്നമാണ്. എന്നാലും ചേച്ചിയെ വിളിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വന്നു കേട്ടോ, റേഡിയോയിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് 3-ാമത്തെ വർഷം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ കൈനീട്ടം കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ ഗോപിക. ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതൊക്കെ അവർ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ചില്ലറ കോയിനൊക്കെ നിറച്ച് വെക്കാറുണ്ട്. ഞങ്ങളുടെ അധ്യാപകരൊക്കെ എത്താറുണ്ട്. ഭീമമായ ദക്ഷിണകൾ ഞങ്ങൾ പറയാറില്ല, കാരണം അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കോയിൻ എന്ന് നമ്മൾ പ്രത്യേകം പറയും. ആ കോയിന്റെ ഒരു മൂല്യം ഉണ്ടല്ലോ കിട്ടുമ്പോൾ. നമ്മൾ വലിപ്പ ചെറുപ്പം ഇല്ലാതെ അധ്യാപകരെല്ലാം ഒരുമിക്കും, കുഞ്ഞുമക്കൾ വരും, ഞങ്ങൾ കണി കൊടുക്കും, കാഴ്ച കാണും, അങ്ങോട്ട് കൈനീട്ടം കൊടുക്കും, പിന്നെ പായസം കുടിക്കും, പാട്ടൊക്കെ പാടി പിരിയും. പാട്ടാണല്ലോ മെയിൻ. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? അപ്പൊ വിഷു ആയതുകൊണ്ട് നമുക്ക് കണി കാണും നേരം ഒരുമിച്ച് ഞങ്ങൾ പാടാം. പാടിക്കോളൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ശരിക്കും ഇങ്ങനെ കണി കണ്ടൊരു ഫീൽ കേട്ടോ. അപ്പോ ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയാണ്? ടീച്ചറിന് എങ്ങനെയാണെന്നില്ലെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റ് ടീച്ചേഴ്സിനെ കാണുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും, ഞാൻ വേറെടുത്ത് ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുള്ളതാ. അപ്പോൾ അവിടെ അവർ നമ്മളോടൊരു അങ്ങോട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ല, തീരെ ഇല്ല. അപ്പോൾ എനിക്ക് പോവാൻ, ഞാൻ വീട്ടിൽ തന്നെ ഭയങ്കര മടി കാണിക്കുമായിരുന്നു. അപ്പം അമ്മയൊക്കെ എന്താ നീ ഇങ്ങനെ പോവാൻ ഇങ്ങനെ മടി കാണിക്കുന്നത്? അപ്പം എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറേ നാളേക്ക് ശേഷം ടീച്ചറിനെ കണ്ടുമുട്ടി. അങ്ങനെ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമെന്ന് അറിഞ്ഞ് എനിക്ക് ഇവിടെ വരണമെന്നപ്പം ടീച്ചർ നേരത്തെ സ്കൂളിൽ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ടീച്ചറിനോട്ടൊരു അറ്റാച്ച്മെന്റ് തോന്നി. എന്തോ പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു ഇതാ. ടീച്ചർ കൂടുതലും കൊച്ചു പിള്ളേരായിട്ട് ഇടപഴകുന്നത്, പെട്ടെന്ന് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് അതാ. സാധാരണ ടീച്ചർമാരാണെങ്കിൽ വലിയവരായിട്ട് സംസാരിക്കുന്നു, അങ്ങ് പോകുന്നു, ഭയങ്കര ജാട അങ്ങനെയൊക്കെ. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല. എനിക്കതാ കൂടുതൽ ഇഷ്ടം ആവാനുള്ള കാരണം. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ടീച്ചർ വന്ന് എല്ലാ കുഞ്ഞു മക്കളോടൊക്കെ കാര്യം പറയുന്നത്, സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും അമ്മയോട് അങ്ങോട്ട് ആഗ്രഹം പറഞ്ഞു, അമ്മ എനിക്ക് പാട്ട് പഠിക്കാൻ പോകണം, എന്നെ വേറെ എവിടെ വിടല്, പ്രീ ടീച്ചറിൻ്റെ അടുത്ത് മാത്രം വിട്ടാൽ മതി. അങ്ങനെ ജോലിക്കൊക്കെ പോയി ടീച്ചറിനെ കണ്ടുമുട്ടി. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ ടീച്ചറുള്ള കാര്യം വെച്ചാൽ പഠിപ്പിക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മളെ ക്ലാസ്സിന് ഒരു ബോറടിപ്പിക്കത്തില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൊച്ചുമക്കളായിട്ട് എല്ലാം ഇടപഴകി നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിന് വരാനും ഇൻട്രസ്റ്റ് ആവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ക്ലാസ് മിസ്സാക്കത്തില്ല, അറിയത്തില്ല. ഇത് പ്ലസ് പോയിന്റാ, മൈനസ് ഉണ്ടോ ചോദിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ ടീച്ചർക്ക് തന്നെ അറിയാനൊരു കൗതുകം കേട്ടോ. അല്ല അനന്യ തന്നെ അത് പറഞ്ഞ അനുഷ്ക കുട്ടി പറഞ്ഞേ. ടീച്ചറിനെ പേടിച്ചിട്ടാണോ? അല്ല, എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടുവന്നാണോ ചേച്ചി? അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഗൗരി ചേച്ചി ചോദിക്കുമ്പോ അതില് ഒന്നും ഒളിച്ചു വെക്കണ്ട, അതാണല്ലോ വേണ്ടത്. അവര് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ പ്ലാൻഡ് അല്ല. പറഞ്ഞോ മോൾക്ക്? അവള് ഇപ്പൊ പറഞ്ഞത് പോസിറ്റീവ് അല്ലേ? ഇവിടെ ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ കാണും പറയാൻ. പറയൂ. എപ്പോഴാണ് ടീച്ചർ നാഗവല്ലിയാവുന്നത്? അങ്ങനെയുണ്ടല്ലേ. പാട്ട് പഠിക്കാതെ വർക്ക് ചെയ്യാതെ വരുമ്പോ ചെലപ്പോ പക്ഷെ അതിനെക്കാട്ടി സ്നേഹമാണ് നമുക്ക് തരുന്നത്. പിന്നെ അതൊന്നല്ല, ഞങ്ങക്ക് കൂടുതൽ
വഴക്കങ്ങോട്ട് കഴിയുമ്പോൾ പുറനൊരു ട്രീറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം അങ്ങനെ താങ്ങും. അപ്പൊ പഠിക്കാതെ വന്നിട്ടുള്ള ദിവസങ്ങളുണ്ടോ അങ്ങനെ ട്രീറ്റ് കിട്ടാൻ? അല്ല, ഇവരത് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വഴക്ക് പറയുമ്പം അത് ഗോപിക അവിടെ കണ്ണും മൂടി ആ പരിസരത്ത് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവര് എല്ലാരെയും അല്ല കേട്ടോ, ഇവര് പാടുന്ന കുട്ടികളല്ലേ. അപ്പൊ അവര് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് പാടിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടും അവർ പാടിയിടുന്നത് മോണിറ്റർ ചെയ്യും. ഇപ്പൊ രാത്രിയാണ് അവർ പാടിയിട്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ജോലികൾ ടൈം ടേബിൾ അങ്ങനെയാ. അപ്പൊ ഇവര് ചെയ്യാതെ വരുമ്പോ എനിക്ക് കണ്ണും മൂക്കും ഒന്നും കാണത്തില്ല. അപ്പൊ പിന്നെ അവിടെ യുദ്ധക്കള കൈ കിട്ടുന്നെടുത്ത് ഞാൻ അടിക്കാത്ത നന്നായിട്ട് തല്ലൊക്കെ കൊടുക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ കയ്യിൽ എന്താണ് എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ അടിക്കും. അതൊക്കെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ ഇവർക്ക് ഞാൻ വഴക്ക് പറയുമ്പം അവരെക്കാട്ടി വിഷമം എനിക്കാ. ഇവരുടെ മുഖം മാറുമല്ലോ. അപ്പൊ പിന്നെ ഉടനെ നമ്മൾ അതൊരു ട്രീറ്റിലേക്ക് സോപ്പ് ഇടയ്ക്ക് കണക്ക് ഭാഷ അല്ലേ, നല്ല ചെറുതായിട്ടല്ല, നല്ല വഴക്ക് കൊടുക്കും. അങ്ങനെ ഞാൻ പഠിച്ചു. കാരണം എനിക്ക് അവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആദ്യം വരുമ്പോൾ ഇപ്പം അനുഷ്ക കുട്ടി തന്നെ ഉദാഹരണം, ഞാൻ വേറൊരാളെ വഴക്ക് പറയുമ്പോൾ ഞാൻ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നത് മോളിലാണ്. അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ആവും, കണ്ണൊക്കെ നിറയും. കാരണം പേടി. ഇപ്പം വലിയ മൈൻഡൊന്നുമില്ല. കാരണം അങ്ങനെ പേടിക്കല്ലോ ഒരു പരിധി. എല്ലാ സാഹചര്യങ്ങളെ അവര് അതിജീവിക്കാൻ പഠിക്കണമല്ലോ. എനിക്ക് വളരെ നല്ല മക്കളാ ഗോപിക. എനിക്ക് ഭയങ്കര പ്രൗഡാണ് എൻ്റെ മക്കളെ ഓർത്ത്. നല്ല കുഞ്ഞുങ്ങള്, പരസ്പരം ഭയങ്കര കരുതലുള്ള മക്കള്. തീർച്ചയായിട്ടും അത് ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ആ ഓരോ വാക്കിലും അത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടീച്ചറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്കൊക്കെ ആദ്യം ഈ ടീച്ചർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം പേടിയാണ് വരുന്നത് മിക്കവർക്കും. പക്ഷേ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചർ ആവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുണ്ട്. ടീച്ചർ ഇപ്പോൾ ഈ എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ടീച്ചർ തല്ലിക്കൊന്നാലും ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. തല്ലിക്കൊന്നാലും ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ ഒരമ്മയാണ് എൻ്റെത്. അല്ല, ഇത് ഒറ്റ മോളാ, ഒരാളാ. അപ്പം കാത്തിരുന്ന് കിട്ടിയ ഒരു കൺമണി ആയതുകൊണ്ട് കുറച്ച് അപ്പൊ അതിൻ്റെതായ കുറച്ച് വാശികളൊക്കെ ഉണ്ടായിരുന്ന ആളാ. അപ്പം അതായത് ഇന്നൊരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അപ്പോ കിട്ടണം, ഇല്ലെങ്കിൽ കരഞ്ഞുകൾ നിലത്ത് കിടന്നൊക്കെ ഉരുണ്ട് കരയും. ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല എൻ്റെ അടുത്ത്. ഇത് കാണുമ്പോ പലർക്കും പാട്ട് പഠിപ്പിക്കാനെന്ന വ്യാജേന പറഞ്ഞു വിടണമെന്ന് തോന്നും കേട്ടോ. ഇപ്പം ഞാനത് മോളോട് പറഞ്ഞു കൊടുത്തു. മോളെ ഇപ്പോഴെന്ന് വെച്ചാൽ അച്ഛനുണ്ട്, അച്ഛൻ എന്തോ ഒരു റിസ്ക് ഉള്ള ജോലിയിൽ നിന്നാണ്, അതുകൊണ്ട് മോള് അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ പ്രൊവൈഡ് ചെയ്യുമല്ല. പക്ഷേ മോളത് സിറ്റുവേഷനും കൂടെ നമ്മൾ ചില സാഹചര്യങ്ങൾ, ഇപ്പം മുടി വെട്ടാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പം അവിടെ വെട്ടാൻ ആളില്ല, കരയാൻ തുടങ്ങി കണ്ണുനീരുന്നു. നമ്മൾ എന്ത് ചെയ്യും? മുടി വെട്ടാൻ അവിടെ ആളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ അതൊക്കെ മാറി ഇപ്പം അങ്ങനെയുള്ള കരച്ചിലില്ല. വളരെ വേണമെന്ന് 2 പ്രാവശ്യം ചിന്തിച്ചേ ഒരു കാര്യം പറയാറുള്ളൂ. അങ്ങനെ ഒരുപാട്. പിന്നെ ഇവരുടെ എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളുണ്ട് ഗോപിക അവിടെ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പ്ലേ സ്കൂൾ പോലെയാണ് ഞങ്ങൾ പോകുന്നത്. എത്ര വയസ്സ് തൊട്ടുള്ള കുട്ടികളാ? 2.5 വയസ്സുകാരൻ തൊട്ടുണ്ട്. ഈ 2.5 വയസ്സുകാരൻ ആദ്യം കൊണ്ടുവരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കുമല്ലോ. അപ്പം അച്ഛനമ്മമാർക്ക് ഇരിക്കുമെന്ന്. ഇപ്പൊ തിരിച്ച് രാവിലെ ചോദിക്കും എങ്ങോട്ടാ പോകുന്നേ, സ്കൂൾ, പ്ലേ സ്കൂൾ ഓർ പ്രിയമാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീക്കും. അപ്പം വരുമ്പോൾ ഈ ചേച്ചിമാരെല്ലാം അവരെ സ്നാക്സ്, അവിടെ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് പരസ്പരം. ഒരു ചോക്ലേറ്റ് കിട്ടിയാലും എൻ്റെ മക്കളത് ഷെയർ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്ത ഷെയറിങ്. തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ ഒന്ന് നമ്മുടെ എങ്ങും കാണാനില്ല. പ്രത്യേകിച്ച് സ്കൂളിലായാൽ പോലും കൊണ്ടുവരുന്ന ടിഫിൻ ആയാലും സ്നാക്സ് ആയാലും എന്ത് തന്നെ ആയാലും ആർക്കും ഷെയർ ചെയ്യരുത്, നിങ്ങൾക്കുള്ളതാണ്. അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞ വിടുന്നതല്ലേ. പേരൻസും പറയും കഴിക്കണം. ഇപ്പൊ അനുഷ്ക കുട്ടിക്ക് ആദ്യം അങ്ങനെയായിരുന്നു, ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്ന് സ്വന്തം ടിഫിൻ കഴിച്ചിട്ട് പോകുന്ന ആൾ. ഇപ്പൊ ആര് കൊണ്ടുവരുന്ന ആര് കഴിക്കുന്നൊന്നും വിശപ്പിന് ആരുണ്ട് മുമ്പേ അവർ കഴിക്കും, പരസ്പരം ഷെയർ ചെയ്ത്. അതൊക്കെ എനിക്ക് വലിയ ഈ അക്കാഡമി ഒരു മ്യൂസിക്കൽ അക്കാഡമി ആയിട്ട് വളരുന്നതിൽ ഉപരി എനിക്ക് സന്തോഷം. നല്ല കുറേ കുഞ്ഞുങ്ങളെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളത് കിട്ടിയല്ലോ. അതുപോലുള്ള നമ്മളെ കരുതുന്ന കുറേ പേരൻസും പറയാതിരിക്കാൻ വയ്യ. വളരെ സ്ട്രോങ് ഒരു ബേസ്മെൻറ്റിലാണ് എൻ്റെ സ്ഥാപനം നിൽക്കുന്നത്. ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല ഗോപിക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ നമ്മളോടൊപ്പം ഒരു ഈഗോ ക്ലാഷും ഇല്ലാതെ. ശരിക്കും നമ്മുടെ ഒരു സ്ഥലപരിമിതി കൊണ്ടാണ്, നമ്മുടെ ഒരു സ്റ്റുഡിയോയുടെ ഒരു സ്ഥലപരിമിതി കൊണ്ടാണ് 3 പേരിൽ ഒതുക്കിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 7 പേരെയും കൂടെ നമുക്ക് കൊണ്ടുവരാമായിരുന്നു. അത് അവർക്ക് കുഴപ്പമില്ല. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. ഇല്ല ടീച്ചർ പോയിട്ട് വാ, കുഴപ്പമില്ല, അത് അവർ പോവട്ടെ എന്ന് കരുതി. അപ്പം പിന്നെ കുറച്ച് പേര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, റേഡിയോയുടെ ഹൃദികയൊക്കെ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രിയമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രായം കുറഞ്ഞ കുട്ടീനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും മുതിർന്ന ഒരാളെന്ന് പറയാൻ ആരാണ്?
നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവിടെ വന്ന് ടീച്ചർ വളരെ കാര്യമായിട്ട് കൊച്ചുമക്കളും അവിടെ വന്നു. പിന്നെ ടീച്ചറിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറിയിരുന്നു. ഇപ്പോൾ സീനിയേഴ്സിൻ്റെ ബാച്ച് അമ്മമാർ മക്കളെയും കൊണ്ട് വന്നിട്ട് മക്കൾ ചിലപ്പോൾ നിർത്തും, അമ്മമാർ പഠിക്കുന്നവരുണ്ട് അവിടെ. നമുക്കങ്ങനെ 60 വയസ്സുള്ള സ്റ്റുഡൻറ്റ് തൊട്ടുണ്ട്. അങ്ങനെ 2.5 തൊട്ട് 60 വയസ്സ് വരെ ഉള്ളവർ നമ്മളോടൊപ്പം ഉണ്ട്. ഇത്രയും പേരെ ഇത് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു ചേച്ചി? അത് മോളെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഞാൻ പ്രിയം എന്ന അക്കാഡമി എന്തുകൊണ്ട് ഇപ്പം 42 വർഷമായി ഞാൻ കരിയറിൽ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് 3 വർഷമായുള്ളൂ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനെന്ന കുട്ടിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അനന്യ പറഞ്ഞ പോലെ നമ്മുടെ ശബ്ദത്തിൻ്റെ സാധ്യത വെച്ച് കളിയാക്കിയ അധ്യാപകർ എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ. അതുകൊണ്ട് ഞാൻ അധ്യാപികയുടെ അടുത്ത് പഠിക്കാൻ പോവാതിരുന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ദക്ഷിണ വെച്ചൊരു ഗുരു ഇല്ല. നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന ഒരുപാട് ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവരെല്ലാം നമ്മുടെ തീർച്ചയായിട്ടും ഗുരുക്കന്മാർ തന്നെയാണ്. അപ്പോൾ പ്രിയം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പരിമിതിയുണ്ട് പഠിപ്പിക്കാൻ. ഏറ്റവും നല്ലത് കൊടുക്കണം. ബേസ്മെൻ്റ് ആണ്. പാട്ടിനെ സംബന്ധിച്ച് കുറച്ച് പഠിച്ചിട്ട് പലരും പറയും ടീച്ചറെ മോൾക്ക് ഒരു ബേസും ഇല്ല, പാട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറയും സന്തോഷം, അങ്ങനെയുള്ളവരെ കൊണ്ടുവരും. ഈ കുറച്ച് പഠിച്ചിട്ട് വരുമ്പോഴാണ് നമുക്ക് പിന്നെ കറക്ഷൻ പ്രയാസമായിട്ട് വരുന്നത്. അപ്പം നമ്മളോടൊപ്പം മഹാഭാഗ്യം കർണാടക സംഗീതജ്ഞൻ കൊല്ലം സജികുമാർ സാറുണ്ട്. സാറ് കഴിഞ്ഞ മുമ്പലത്തെ വർഷത്തെ 2021 സംഗീത നാടക അക്കാദമി ഏറ്റവും നല്ല സംഗീതജ്ഞനുള്ള അവാർഡ് കൊടുത്ത ആളാണ്. അത്രയ്ക്ക് ശിഷ്യഗണങ്ങളുള്ള സാറ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിത് കറക്റ്റായിട്ട് കൊണ്ടുപോകും, ഇതൊരു സാധനയായിട്ട് കൊണ്ടുപോകണം എന്ന് സാറ് വന്ന് 3 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹം 3 വർഷവും നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് കർണാടക സംഗീതം. പിന്നെ നമുക്കൊരു പ്രൊഫസർ ലീല ടീച്ചറുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ടീച്ചറാണ്. കൊട്ടിയത്തിൻ്റെ അപ്പുറത്തുനിന്നാണ് ടീച്ചർ വരുന്നത്. ടീച്ചറും വളരെ നമ്മളിങ്ങനെ പഠിക്കാനും അത് വളരെ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പം വരുന്നവർക്കും ഒരു സന്തോഷമാണല്ലോ. പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കും കീബോർഡും ഗിറ്റാറും ഒക്കെ നമ്മുടെ ഡോക്ടർ റിജോ അറിയാലോ, 8th ഗ്രേഡാണ് നമ്മുടെ റിജോ, വെസ്റ്റേൺ മ്യൂസിക്. റിജോ വളരെ കാര്യമായിട്ട് അത് കൊണ്ടുപോകുന്നു. സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളും കൂടിയാണ് റിജോ. പിന്നെ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ഒരു ഷൈജു ഉണ്ട്, പാട്ടുകാരനാണ്. കരുനാഗപ്പള്ളി പാട്ടിൽ പാടിയിട്ടുണ്ട് ഷൈജു. ഇടയ്ക്ക് ക്ലാസ് എടുക്കും. നാടൻ പാട്ട് തന്നെ ഇപ്പോൾ 2 അധ്യാപകരുണ്ട്, അഭിലാഷ് ആദി ഉണ്ട്, ഒരു സുരേഷ് ഭാസ്കർ. അങ്ങനെ മാറി മാറി. പിന്നെ ഈ അടുത്തതായിട്ട് നമുക്ക് സന്തോഷം, മെയ് 3 നമ്മൾ ഷിനു സത്യ കീബോർഡിസ്റ്റ്, ചിത്ര ചേച്ചിയുടെ പേഴ്സണൽ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന ഷിനുവാണ്. ഷിനുവിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ലത് കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ അനന്യ പറഞ്ഞ ആ വാക്കാണ്, ഇവർക്കൊരു ബോറിങ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്നും ഞാൻ തന്നെ ഇരുന്ന് പഠിച്ച കുഞ്ഞുങ്ങളല്ലേ, അവർ നമ്മൾ വെറുത്തു പോകും. ഇപ്പം മാറി മാറി വരുന്നത് കൊണ്ട് അവർക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ പാട്ട് മാത്രമാണോ അതോ ഈ പറയുന്ന പോലെ വയലിനും ഗിറ്റാറും ഒക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. പറഞ്ഞോ, അപ്പോൾ എന്തൊക്കെ പഠിക്കുന്നു? ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്, പിയാനോയും പഠിക്കുന്നുണ്ട്. മോളോ? ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷും മ്യൂസിക്കും. ഞാൻ മ്യൂസിക്, സ്പോക്കൺ ഇംഗ്ലീഷ്, വയലിൻ, കീബോർഡ്. അവരതെല്ലാം കൊണ്ടുപോകുന്നു എന്നുള്ളത്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അമേരിക്കൻ സിറ്റിസണാണ് ഒരു ഷിനു അങ്കിളുണ്ട്, കൊല്ലത്ത് പ്രൊഫസറാണ്. അദ്ദേഹം നമ്മുടെ അക്കാഡമിയിൽ എല്ലാ സാറ്റർഡേയും ഇവർക്ക് വേണ്ടി ഒരു ചെറിയ ഇതിൽ റെമ്യൂണറേഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് വളരെ ഇതായിട്ട് ഇവരൊക്കെ നല്ല നല്ല ലാംഗ്വേജും കൂടെ ഉണ്ട്. അതൊരു വലിയ ഇന്നത്തെ കാലത്ത് അതും വേണമല്ലോ ഗോപിക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതും കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വ്യത്യസ്ത 5 ഇൻസ്ട്രുമെന്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമുക്ക് തോന്നത്തില്ല ഇതെങ്ങനെ, പക്ഷെ അവർ അതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ശരി, എനിക്കും തോന്നുന്നുണ്ട് എങ്ങനെ അതെല്ലാം മാനേജ് ചെയ്ത് അവർ കറക്റ്റ് ആ സമയത്ത്, അതായത് ചോറും കൊണ്ടങ്ങ് വരും. ശനി ഞായറും ഒക്കെ ആകുമ്പോൾ അല്ലാത്ത സമയങ്ങളിലും ഇപ്പോൾ ഒരു ക്ലാസ് പോയാൽ നമ്മളത് മാനേജ് ചെയ്യാൻ വേറൊരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവരൊക്കെ പ്രോഗ്രാമിന് വരുന്നതും വളരെ അവരത് കാര്യമായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. ഞാനതാ പറയുന്നത്, ഇവരോട് സംസാരിക്കണം എന്ന് ഞാൻ പറയുമല്ലോ. നമ്മൾ പഠിപ്പിക്കുന്ന ഇത്തിരി കുറഞ്ഞാലും നമ്മൾ ക്ലാസ്സിൽ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ കേൾക്കുക, നമ്മൾ അവരോട് സംസാരിക്കാൻ പേരൻസിന് സമയമില്ലാത്തതാണ് പലതും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഇവരോട് ഞാൻ പറയും, എന്ത് നടന്നാലും എന്നോട് ഷെയർ ചെയ്യണം. അവർക്ക് വിഷമം അല്ലാതല്ല, അവർക്കൊരു സങ്കടം വന്നാൽ മക്കളെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പറയാൻ വിഷമം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് പറയാം. അങ്ങനെ പറഞ്ഞ 7-8 മക്കൾ എനിക്കുണ്ട്. അപ്പം നമുക്ക് ആ കറക്റ്റ് സമയത്ത് ഇടപെടാനും അവർക്കൊരു ഗൈഡൻസ്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സ്പേസ്. എന്നോട് 3-4 പേരിങ്ങനെ കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ പറയാതിരുന്നപ്പോൾ അടുത്തൊരാൾ പറയുന്നു, നീ ടീച്ചറിനോട് പറഞ്ഞേക്കണം.
അപ്പോൾ നീ കള്ളത്തരം കാണിച്ചു, പക്ഷെ അത് ടീച്ചർ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്കത് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതെ, ടീച്ചറിലുള്ള അങ്ങനെ എൻ്റെ മക്കള് എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ കുഞ്ഞുങ്ങൾ പത്തരമാറ്റു കുഞ്ഞുങ്ങളാണ് ഗോപിക. ശരിക്കും കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ചേച്ചി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെ ബിസി ആയിട്ടുള്ള, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്ത് മുന്നേറണമെന്നുണ്ടെങ്കിൽ ബിസി ആയേ മതിയാകൂ. വളരെ കുറച്ച് പേരൻസ് മാത്രമേ ഉള്ളൂ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരുപാട് പേർ കുട്ടികളെ ലക്ഷ്യം വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ കുട്ടികൾ അതിൽ നിന്നൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ അതിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ ഇതുപോലെയുള്ള അക്കാദമികളും അല്ലേ, ഇതുപോലെയുള്ള അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ ഒരുപാട് കാരണമായേക്കാം. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം മാടിയാൽ എനിക്കറിയാം. കൃത്യമായി ഞാൻ ചോദിക്കും. നമുക്കറിയാം അവർക്ക് എന്തോ നമ്മൾ ഹൈഡ് ചെയ്താണ് അവർ ചെയ്യുന്നതെന്ന്, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ഒക്കെ എനിക്കറിയാം. ഞാൻ തീർച്ചയായിട്ടും അവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലയെന്ന് പറയും. പക്ഷേ ഉണ്ട്, കറക്റ്റ് ഒരു 3 ദിവസത്തിനുള്ളിൽ അവർ പറയും നമ്മളോട്. അപ്പം നമ്മളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് ഓവർ ആൻസൈറ്റിയാണിപ്പോൾ. ഈ കാലം അങ്ങനെയാണല്ലോ. നമ്മളില്ല പറഞ്ഞു കൊടുക്കും, അപരിചിതരായാലും എല്ലാ കാര്യങ്ങളും അവർക്ക് സമൂഹത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്. കാരണം വെറും കുഞ്ഞു മക്കളല്ലേ ഇവർക്ക്, നല്ലതേത് ചീത്തതെന്ന് അറിയാതെ. പിന്നെ നമ്മൾ പറയും ഗോപിക, ഫ്രണ്ട്സ്, നമ്മളെ സ്വാധീനിക്കുന്ന ഫ്രണ്ട്സ് ആണല്ലോ ഈ ഒരു ഏജ്. അപ്പം നല്ല കൂട്ടുകാരെ മക്കളെ നിങ്ങൾ കണ്ടെത്തണം, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ എൻ്റെ പാട്ട് ഗോപിക കേട്ട് കേട്ട് മടുത്തിരിക്കും, അത്രയ്ക്ക് കേട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ പാട്ട് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. അനന്യ കഴിഞ്ഞ പ്രാവശ്യം കലോത്സവത്തിൽ ലളിത സംഗീതത്തിന് സമ്മാനം മേടിച്ച് A ഗ്രേഡ് വാങ്ങിച്ച ആളാണ്. നമുക്ക് ആ ലളിതഗാനം പാടിക്കാം. തീർച്ചയായിട്ടും പാടിക്കോളൂ. പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊൻതാളിൽ ഓരോ മയിൽ പീലി തിളങ്ങി, ആ പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊൻതാളിൽ ഓരോ മയിൽ പീലി തിളങ്ങി, നിറമുള്ളൊരോർമതൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി, മനസ്സിലെ മഴമുകിൽ പെയ്യാൻ തുടങ്ങി, മഴമുകിൽ പെയ്യാൻ തുടങ്ങി, മഴമുകിൽ പെയ്യാൻ തുടങ്ങി, പ്രിയമുള്ള സ്വപ്നത്തിൻ. ഈ പാട്ടിനാണ് പ്രൈസ് കിട്ടിയത്. ഇപ്പം കുറേ നാളായി ലൈറ്റൊക്കെ പാടിയിട്ട്. പിന്നെ ഒരു മൈഗ്രെയിൻ ഉണ്ട് അനന്യയ്ക്ക്, കാര്യമായിട്ട് സൗണ്ട് കേൾക്കുമ്പോഴും ഒക്കെ ഇപ്പോൾ ഒരു പ്രശ്നമാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഒരു പരിധിക്കപ്പുറം ഓളിയൊക്കെ വരുമ്പം ഇങ്ങനെ ശബ്ദത്തിന് അങ്ങനെ ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല തലവേദനയായിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ആഗ്രഹം കൊണ്ടാട്ടോ റേഡിയോയിൽ വന്നതെന്ന്. നമ്മൾ ശരിക്കും ആക്ച്വലി റെസ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആൾ പാടുന്ന പാട്ട് ഏതാണ്? ആള് നമ്മുടെ ബാൻഡില് ഇദ്ദേഹം ഒരു പെട്ടെന്നൊരു ഇത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പാടുന്നത്. ഇവര് ബാർബി ഗേൾ, ഇദ്ദേഹവും വേറെ ഒരാളും കൂടെയാണ് പാടുന്നത്. ഇപ്പൊ ഇവർ രണ്ടും ചേർന്നത് പാടും. ഓക്കെ. Hi Barbie. Hi Ken. Do you want to go for a ride? Sure Ken. Jump in. I'm a born bimbo girl in the fantasy world. Dress me up, make me tie, I'm your dolly. You're my doll, rock and roll, feel the glamoring pink. Kiss me here, touch me there, hangy pangy. You can touch, you can play. If you say, I'm always yours. Ooh, wow, I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair and dress me everywhere. Imaginations, life is your creations. Come on Barbie, let's go Barbie. Ah, 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 yeah. Come on Barbie, let's go party. Ooh, ah, ooh, ah. Come on Barbie, let's go party. Ah, ah,
IL. Come on, Barbie, let's go party. Ooh-ah, ooh-ah. ഓർക്കസ്ട്ര ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പരിമിതി. സൂപ്പറായിരുന്നു. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞു മക്കൾ കാണുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഈ പാട്ട്. ഇനി ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബാൻഡിലെ ടൈപ്പ് സിംഗർ കേട്ടോ. എന്ന് വെച്ചാല് മോൾ ഒരു സ്റ്റേജും അങ്ങനെ പാടിയ പെർഫോമൻസ് ഒന്നും മോക്ക് പറയാനില്ല. പഠിക്കാൻ വന്നു, എനിക്ക് തോന്നുന്നു അക്കാഡമി വന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞ എന്നെ കാണുന്നത് മോള്. പക്ഷെ ഇവളുടെ ശബ്ദത്തിന്റെ സാധ്യത, അതായത് മലയാളത്തിനോട് വലിയ താല്പര്യമില്ലെന്നല്ല, അറിഞ്ഞൂടാ, കൊള്ളത്തില്ല. വിളിച്ചോണ്ട് വന്ന് അപമാനിക്കാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ബാക്കി എല്ലാ ഭാഷയിലും പാടും. അത്യാവശ്യം എല്ലാം അവള് കുറേ ട്രൈ ചെയ്യും ഭാഷ പഠിക്കാനോ, അത്യാവശ്യം എല്ലാത്തിലും സംസാരിക്കുകയും ചെയ്യും. അപ്പം ഏത് പാട്ടാ പാടുന്നത്? ഇപ്പോഴത്തെ APT ആണോ കൊറിയൻ ആണോ പാടുന്നത്? ഒരുമിച്ച് പാടുന്നോ? ഒരു കൊറിയൻ പാടിയ കൊറിയൻ ഏതാണ്ട് പാടുമല്ലോ ഒറ്റയ്ക്ക്. 파랗게 줄에 꽃을 지어까지 오구차라 잡겠다고 주눈빛 전설에 보러 밴도 다시 come on 네 course light up the sky 네 청룡을 보며 I kiss you goodbye shake up 이 후자라 꼴정미가 이제 너의 하나 둘셋 how you like that You don't like that. ഞാൻ ചിലപ്പോ ചോദിക്കും, അല്ല ഈ പാട്ടായിരുന്നല്ലേ ആ പാട്ട്? ഞാൻ ചിലപ്പോ ചോദിക്കും അരണ്യോട്, ഈ നമുക്ക് മനസ്സിലാവാത്ത ഭാഷ വല്ലതും ചീത്ത വിളിക്കുകയാണ്. ഈ പാട്ട് ആദ്യം പാടി വന്നപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ ചേച്ചി? ഒന്നും മനസ്സിലായില്ലെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഈ ലാസ്റ്റ് ആ ലൈനിലേക്ക് വന്നപ്പോ നമ്മൾ ഈ റീലിലൊക്കെ കാണുമ്പോ ആ വരി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഈ പാട്ടായിരുന്നല്ലേ ആ പാട്ട്. ആ അവസ്ഥയൊക്കെ തന്നെ എനിക്കൊരു വിവരം ഇക്കാര്യത്തിലൊന്നും. അവള് തന്നെ ഡെവലപ്പ് ചെയ്യും, പാട്ടൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഇവരെല്ലാരും കൂടി ഇരുന്ന് പഠിക്കും, പാടും. എല്ലാരും പഠിക്കും. ഒരാൾ ഒരു പാട്ടൊക്കെ കൊണ്ടുവന്നാൽ ശബ്ദത്തിന്റെ സാധ്യത നോക്കി അതിൽ ഈടാര് പാടണം എന്ന് അവരൊക്കെ തന്നെ തീരുമാനിക്കും, പാടും. പിന്നെ നമ്മൾ അപ്പീൽ കമ്മിറ്റിയുടെ മുമ്പിൽ വരും, പറഞ്ഞുകൊണ്ടേയിരിക്കും, ടീച്ചറെ എനിക്കൊരു പാട്ടുണ്ട്, ടീച്ചറെ ഒരു പാട്ട്. ചിലപ്പോൾ ഞാൻ ഓടിക്കും. പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്കവിടെ സൗണ്ടൊക്കെ ഉണ്ട്, വെച്ച് മൈക്കിൽ പാടുമ്പോൾ ടോണൊക്കെ നോക്കും. കുഴപ്പമില്ലാതെ അവര് എന്തായാലും. എത്ര മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും ഒരു ദിവസം? നമ്മള് ശരിക്കും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ വീക്ക്ലി 1 അങ്ങനെയാണ് പറയുന്നത്, ഒരു ദിവസമാണ് ശനിയും ഞായറും. പക്ഷെ നമുക്ക് എപ്പോൾ ഒരു അവധി കിട്ടുന്നു, എപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്ക് തികച്ച് ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്നെന്ന് തോന്നിയാൽ ഞങ്ങളെല്ലാവരോടും കൂടും. അത് ഗോപിക അതിൽ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ ഒരു 5 ദിവസത്തിനപ്പുറം കാണാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കും ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇവർക്കും അങ്ങനെയാണ്, കുഞ്ഞുങ്ങൾക്കും അങ്ങനെയാണ്. അപ്പം എനിക്ക് എന്തെല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേഴ്സണൽ പ്രോഗ്രാം പോലും എനിക്കിപ്പോൾ. അതിൽ ഏറ്റവും ഇവരെ മിസ് ചെയ്യും നമുക്ക് ഭയങ്കരമായിട്ട്. അപ്പം ഞങ്ങളങ്ങ് ക്ലാസ് എപ്പോൾ ഞങ്ങൾക്കൊരു അവധി കിട്ടുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ട് അവിടെ വന്ന്, എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊരു ഗുരുകുല വിദ്യാഭ്യാസം ഇടയ്ക്കൊക്കെ ഈ മക്കളെ എൻ്റെ വീട്ടിൽ വിടാറുണ്ട് അച്ഛനമ്മമാർ. അറിയാമല്ലോ ഇന്നത്തെ കാലം അങ്ങനെയൊന്നും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആരെയും വിടാൻ പറ്റത്തില്ല, സുരക്ഷിതരല്ല. എനിക്കൊട്ട് ചോദിക്കാനും പറ്റില്ല. എനിക്ക് ആഗ്രഹമാണ്, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, അറിയാമല്ലോ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ മക്കളെ അവർ വിടും, ഈ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വിടും. 2 ദിവസമൊക്കെ ഇവർ വരുമ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിറച്ചും സ്നേഹം തന്നെ കുക്ക് ചെയ്യുക. അനന്യക അത്യാവശ്യം കുക്കിങ്ങും ഒക്കെ അറിയാം. അതൊരു നല്ലതല്ലേ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. നല്ലതാണ്. അവരവരുടെ കാര്യത്തിൽ ഒരാൾക്ക് പിന്നെ ഇവൾക്ക് ലൈറ്റ് വേണം ഉറങ്ങാൻ, ഇവർക്ക് ലൈറ്റ് വേണ്ട. പിന്നെ അടുത്ത തവണ വരുമ്പം ഭയങ്കര കോമഡിയാണ്, ലൈറ്റും ഒക്കെ ഇട്ട് വരും. എൻ്റെ വീടിനെ കളർഫുൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഉത്സവമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷിച്ച്, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം എൻ്റെ മക്കളാണ്. സത്യം. നമ്മൾ ഒരുപാട്, ഞാൻ പറയാം, ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് ഞാൻ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ പറയില്ല, കാലം ചിലതൊക്കെ ഒരുക്കും. അതിന് തെളിവാണ് പ്രിയവും എൻ്റെ മക്കളും. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയേനെ. ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഇതിനു വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മളെ ഒരുക്കിയെന്ന് ഇപ്പം ഉത്തരവുണ്ട്. വളരെ സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ കുട്ടികളൊക്കെ വന്നിരുന്നു, വീട്ടിലേക്ക് വരുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു, അതിൻ്റെ കുറേ പിക്സ് കാര്യങ്ങളൊക്കെ ഞാനും ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ കുട്ടികളൊക്കെ വന്ന് നിൽക്കാറുണ്ട് എന്ന് ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്.
അല്ല ഇപ്പോ എൻ്റെ ഒരു കൂട്ടുകാരി പ്രൊഫസറാണ്, പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ മകള് MBA ബിരുദധാരിയ, ഒരു ഗ്ലാസ് ചായ ഇട്ട അമ്മയ്ക്ക് കൊടുക്കാറില്ല. ഇപ്പം രാവിലെ കോളേജിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് കയറുമ്പോൾ പ്രിയ എനിക്ക് തോന്നാറുണ്ട് ഒരു ഗ്ലാസ് ചായ, അമ്മ മരിച്ചുപോയി പെട്ടെന്ന്, ജോലിക്കാരി ഇപ്പോൾ ഇല്ല, അപ്പം ഒരു ഗ്ലാസ് ചായ ആരെങ്കിലും ഒന്ന് ഇട്ട് തന്നിരുന്നെങ്കിൽ. അവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം അനന്യമോളുണ്ടെങ്കിൽ അവൾ എനിക്ക് മാത്രമല്ല ഈ അനിയത്തിമാർക്ക് അവരുടെ ഓരോ ടേസ്റ്റിനും അനുസരിച്ച്, ശരിക്കും ഒരു ഞങ്ങളുടെ ഒരു ചേച്ചിയമ്മയാണ്, പ്രായത്തിൽ ഇളയതാണെങ്കിൽ. അമ്മയും എൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ് സൗമ്യ, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷം വർക്ക് ചെയ്ത. പക്ഷെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്ത് വേണം, ഇപ്പം അടുത്ത ദിവസം ഒരു പ്ലാൻ ചെയ്ത് വിഷുവിന് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞത് അനന്യക്ക് പണിയായി. ഇവരെല്ലാവരും അനന്യ കുട്ടിയിലേക്ക് അങ്ങനെ പരസ്പരം അവർ വളരെ കരുതലോടെ പോകുന്നത് വളരെ സന്തോഷം. അവരുടെ ഒരു ദിവസം വന്ന് നിന്നാലേ അത് മനസ്സിലാവും ഞങ്ങളുടെ സ്ഥാനം. കേട്ടപ്പോ എനിക്കും തോന്നി. പാട്ട് പഠിക്കാനല്ല കേട്ടോ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അത് സാരമില്ല, ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ വന്നു നോക്കും, ഞങ്ങളോടൊപ്പം ഒരു ദിവസം നിൽക്കും. അതാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ഉറപ്പായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പ്രിയ ചേച്ചി, ഇനി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊരാളാണ് വരലക്ഷ്മി അല്ലേ? എന്നെ ഒരു അധ്യാപികയാക്കിയത് പാട്ടിൻ്റെ കാര്യത്തിൽ ശിഷ്യഗണങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമെങ്കിൽ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് എനിക്ക് പറയാവുന്ന പേരാണ് വരലക്ഷ്മി മകൾ. ഇവർക്കൊക്കെ ഇപ്പം ഇത്തിരി കുശുമ്പ് വരും, ഓൾക്കും വരും. കാരണം കഴിഞ്ഞ ഫോട്ടോഷൂട്ടിന് ഇവർ ആരാണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇത്രയും വളർന്ന ആളാ, അത് തള്ളി മാറ്റി വന്ന് അടുത്ത് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനാരും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കാരണം അവൾക്ക് അങ്ങനെ ഒരു പൊസസീവ്നെസ് ഉണ്ട്. വരലക്ഷ്മി മോളാണ് ശിഷ്യ എന്നുള്ള രീതി എൻ്റെ റേഡിയോ തന്നതാണ്. അതെ, തീർച്ചയായും വളരെ യാദൃശ്ചികമായിട്ട്. ചേച്ചിക്ക് മുന്നേ ഞങ്ങളുടേതാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും കേട്ടോ. അതെ അതെ. അപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. അവിടെ നിന്നാണ് അതെ 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 ഇവിടുന്നാണ് മോള് വരുന്നതും. 16 മാതാങ്ങളുടെ ആയിരുന്നു അന്ന് അവളുടെ സ്ഥാനം. അങ്ങനെ ഒരു ഫൈനലിലേക്ക് അവളെത്തി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഫൈനൽ മത്സരം നടക്കുമ്പോൾ 2 റൗണ്ട് വരലക്ഷ്മി പാടുമ്പോൾ ഞാൻ വീട്ടിലിരിക്കുക, ടെൻഷൻ. പിന്നെ അവസാനം നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ഫസൽ, ചേച്ചി എന്താണ് വരാത്തത്, എന്നെ അറിയാം, ചേച്ചി എത്താം. അവൾ 2 റൗണ്ട് നന്നായിട്ട് പാടിയെന്ന് പറയുമ്പോൾ 3ാമത്തെ സെമി ക്ലാസിക്കൽ റൗണ്ടിനാണ് ഞാൻ എത്തുന്നത് അവിടെ. പക്ഷെ അത് വലിയൊരു അഭിമാന മുഹൂർത്തമായിട്ട് മാറി. മോളുടെ ശ്രമം, നല്ല മോളാണ്, സന്തോഷം. അപ്പോഴാണല്ലോ ഈ പാടുക എന്നതിലുപരി നല്ലൊരു കുഞ്ഞായിട്ട് വളരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അഭിമാനം. അത്തരം മറ്റു മക്കളാണ് അവരൊക്കെ. നമ്മള് കുട്ടികളുടെ പാട്ടൊക്കെ കേട്ടില്ലേ? ഞാൻ പ്രേക്ഷിച്ചൊരു പാട്ട് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ശ്രോതാക്കൾക്കും കേൾക്കണം. ഞാനും കുഞ്ഞുങ്ങളും കൂടെ പാടണോ? ഞങ്ങൾ ഒരുമിച്ച് പാടാം. പാടിക്കോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാട്ടോ, അമ്മയും മോളും തങ്ങളിലുള്ള ബന്ധം പറഞ്ഞ ആ പാട്ട്. ഞങ്ങൾ കൂടുതൽ ഓരോരുത്തർ മകളായിട്ട് ആ പാട്ട് പാടും. വളരെ മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് ശരിക്കും ആ പാട്ട് കേട്ടപ്പോൾ എത്രത്തോളം ചേച്ചിക്ക് കുട്ടികളോട് വാത്സല്യം ഉണ്ടെന്നും തിരിച്ച് അവർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. അവർ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തന്നെ അത് വല്ലാണ്ട് ഫീലായി. അതെ അതെ.